പ്രിയമുള്ളവരെ, ഞാൻ ആലപ്പുഴയിലെ മാതൃഭൂമി ബുക്ക് സ്റ്റാളിൽ ചെന്നു. അവരോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ ഓടുന്ന ഒരു പുസ്തകം വേണം. അവരെനിക്ക് ജയമോഹൻ എഴുതിയ 100 സിംഹാസനങ്ങൾ എന്ന നോവൽ തന്നു. കവർ പേജിൽ ആളൊടിഞ്ഞ ഒരു കസേര, 100 സിംഹാസനങ്ങളെന്ന് അടിക്കുറിപ്പ് പോലെ എഴുതിയിട്ടുണ്ട്. കസേരയുടെ കാലിൽ ചങ്ങല, താത്വികം എന്നാൽ അലോസരപ്പെടുത്തുന്നത്. ഇതൊരു അസാധാരണ രചനയാണ്. ജാതി വരുത്തി വയ്ക്കുന്ന ദുരിതങ്ങളും അനാവരണം ചെയ്യപ്പെടുന്ന ഒന്ന്. ഈ പുസ്തകത്തിൽ കൽപ്പറ്റ നാരായണൻ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. IAS ഇൻ്റർവ്യൂവിന് വന്ന നായാടി ജാതിക്കാരനായ ധർമ്മപാലനോട് ഇൻ്റർവ്യൂ ബോർഡിലെ ഒരംഗം ചോദിക്കുന്നു, നിങ്ങൾ ഓഫീസറായി പണിയെടുക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ വിധി പറയേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്ത് ഒരു നായാടിയും ഇരുന്നാൽ നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കുക? ധർമ്മപാലൻ തൻ്റെ ജീവിതം കൊണ്ട് മറുപടി പറയുന്നു, ഒരു നായാടിയെയും മറ്റൊരു മനുഷ്യനെയും രണ്ട് വശത്ത് നിർത്തുകയാണെങ്കിൽ സമത്വം എന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷണം തന്നെ നായാടി അനീതിക്കിരയായവനായി മാറിക്കഴിഞ്ഞു. അവൻ എന്തു ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ്. ഇതാണ് ഈ നോവലിൻ്റെ പരമപ്രധാനമായ തീം. വളരെ നല്ല രചനയാണ്. നമുക്ക് വായിച്ച് മുന്നോട്ട് പോകാം. മനോഹരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് കവറിൽ 100 സിംഹാസനങ്ങൾ ജയമോഹൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന് വില വെച്ചിരിക്കുന്നത് 130 രൂപയാണ്. ചിത്രീകരണം നടത്തിയിരിക്കുന്നത് ഈ സുധാകരൻ. മനോഹരമായ ഈ നോവൽ വായിക്കുക. സുന്ദരമാണ്. ഏറ്റവും കൂടുതൽ ഓടുന്ന നോവലാണിത്. എല്ലാവരും ഇത് വായിച്ച് ഇതിൽ നിന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ജാതി എപ്രകാരം സന്നിവേശിപ്പിക്കപ്പെടുന്നുവെന്നും അതിൻ്റെ ദുരന്തഫലങ്ങൾ എന്താണെന്നും തിരിച്ചറിയാൻ നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങളും പുതിയ കാലത്തിനനുസരിച്ചുള്ള ജീവിത ദർശനങ്ങളും ആശംസകളോടെ ഞാൻ ഫാദർ സേവ്യർ കുടിയാംശേരി.